ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബിസ്കാപിക്സ്. ടാറ്റ മോട്ടോഴ്സ് റീസെൻ്റ്ലി അവരുടെ ടിയാഗോ എൻആർജി എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് എഡിഷൻ വേണമെങ്കിൽ ഒരു സബ് കോമ്പാക്ട് SUV എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഈ വാഹനത്തിൻ്റെ ഓവറോൾ ഡിസൈനും ഫീച്ചേഴ്സും എല്ലാം തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. ആൻഡ് ഇത് വാല്യൂ ഫോർ മണി ആണോ എന്ന കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ഓവറോൾ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ആക്ച്വലി നോർമൽ ടിയാഗോ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ബമ്പറിൽ കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ താഴത്ത് കൊടുത്തിരിക്കുന്ന ഒരു സിൽവർ സ്കിഡ് പ്ലേറ്റ്സ് ഒരു കോസ്മെറ്റിക് ചേഞ്ച് ആണ്, അഡീഷണൽ വന്നിരിക്കുന്ന ചേഞ്ച് ആണ്. പിന്നെ ഇതിൻ്റെ ബമ്പറിൽ തന്നെ ഒരുപാട് പ്ലാസ്റ്റിക് ക്ലാഡിങ്സ് അവർ അഡീഷണൽ ആഡ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. ആൻഡ് അത് എനിക്കെന്തോ കുറച്ചൊരു ആഫ്റ്റർ മാർക്കറ്റ് തോട്ട് പോലെയാണ് തോന്നുന്നത്. കാരണം നമ്മളെന്തോ അഡീഷണൽ അതിൻ്റെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പോലുണ്ട്. ആക്ച്വലി അത് അങ്ങനെ അല്ല, ബട്ട് സ്റ്റിൽ എന്തോ എനിക്ക് കുറച്ച് ആഫ്റ്റർ മാർക്കറ്റ് തോട്ട് പോലെ തോന്നുന്നു. എനിവേ ബാക്കി ഫോഗ് ലാംപ്സ് അവിടെ തന്നെ ഉണ്ട്. ഹെഡ് ലാംപ്സിൻ്റെ ഡിസൈനിൽ യാതൊരു ചേഞ്ചും വന്നിട്ടില്ല. ഇനി ഗ്രില്ലിലേക്ക് നോക്കുകയാണെങ്കിൽ ഗ്രില്ലിൽ കുറച്ച് മാറ്റ് ബ്ലാക്ക് ആക്സൻസ് അവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അത് ടാറ്റയുടെ ടിപ്പിക്കൽ ട്രയാരോ ഡിസൈനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സോ അതെന്തായാലും ഒരു ചെറിയൊരു മൈന്യൂട്ട് ചേഞ്ച് ആണെന്ന് പറയാം. ബാക്കി ഡിസൈൻ വൈസ് ഇനി ഫ്രണ്ടിൽ നിങ്ങൾക്ക് അങ്ങനെ കൂടുതൽ ചേഞ്ചസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കില്ല. ആ ഒരു ടിപ്പിക്കൽ ടാറ്റ സ്റ്റൈലുള്ള ഇപ്പോഴത്തെ ഒരു ക്രോം എലമെൻറ്റും ആ ഹെഡ്ലൈറ്റ്സിൻ്റെ താഴത്തോടെ തന്നെ റൺ ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഈ വാഹനത്തിൻ്റെ വീൽസ് ആണ്. ഇനി ഇത് അലോയ് വീൽസ് അല്ല. ചിലപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ നിരാശപ്പെട്ടേക്കാം, കാരണം അലോയ് വീൽസ് അല്ല എന്ന് പറയുമ്പോൾ ഇത് 15 ഇഞ്ച് ഹൈപ്പർ സ്റ്റീൽ വീൽസ് എന്നാണ് ടാറ്റ വിശേഷിപ്പിക്കുന്നത്. അതായത് സിമ്പിളായിട്ട് നല്ല കട്ടിയുള്ള സ്റ്റീൽ റിംസിൻ്റെ അകത്ത് ഇവർ വീൽ ക്യാപ്സ് കൊടുത്തിരിക്കുന്നതാണിത്. പക്ഷേ ഇറ്റ് ലുക്സ് ലൈക്ക് അലോയ്സ്. കാരണം ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത് അലോയ്സ് അല്ല എന്നാരും പറയില്ല. അതുകൊണ്ട് തന്നെ ഓക്കെ, കുഴപ്പമില്ല എന്ന് പറയാം. ഇത് 15 ഇഞ്ച് വീൽസ് ആണ്. 175 സെക്ഷൻ ടയേഴ്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ഇവൻ ഈ ഒരു സ്റ്റീൽ റിംസിൻ്റെ ഡിസൈൻ ആണെങ്കിൽ പോലും ഓക്കെ ആണ്, അങ്ങനെ കുറ്റം പറയത്തക്ക ഡിസൈനൊന്നും അല്ല. ബാക്കി ഇനി ഇതിൻ്റെ ഓവറോൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഈ ORVMs ആക്ച്വലി തീർത്തിരിക്കുന്ന ഏകദേശം ഒരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിലാണ്. ആൻഡ് ഇത് ഓട്ടോ ഫോൾഡബിൾ ആണ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഇതിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനൊരു മെയിൻ ചേഞ്ച് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വാഹനത്തിൽ വെൽക്കം ഫംഗ്ഷൻ കൂടി വരുന്നുണ്ട്. അതായത് നിങ്ങളിപ്പം അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ORVMs തന്നെ ഓട്ടോമാറ്റിക്കലി ഫോൾഡ് ആവും. അതുപോലെ തന്നെ ആൻഡ് അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അൺഫോൾഡ് ആവും, ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫോൾഡ് ആവും. ആ ഒരു ഫംഗ്ഷൻ കൂടി ഇതിന് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ B പില്ലർ ആണെങ്കിലും C പില്ലർ ആണെങ്കിലും കംപ്ലീറ്റ്ലി മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് ആണെങ്കിൽ പോലും മാറ്റ് ബ്ലാക്കിലാണ് ഓവറോൾ വരുന്നതെങ്കിലും അതിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഗ്ലോസ് ബ്ലാക്ക് എലമെൻറ്റ് കൂടി ചെയ്തിട്ടുണ്ട്. ഇനി താഴത്തേക്ക് വരികയാണെങ്കിൽ തന്നെ സൈഡ് ക്ലാഡിങ്ങും ഈ ഒരു വാഹനത്തിൽ അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് വീൽ ആർച്ച് ആണെങ്കിൽ പോലും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നോർമൽ ടിയാഗോ വെച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യാസമാണ്. റിയർ ലുക്സിലേക്ക് വരികയാണെങ്കിൽ റിയറിൽ ആക്ച്വലി കുറച്ചധികം ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന് പറയാം. കാരണം റിയറിൽ ഈ രണ്ട് ടെയിൽ ലാംപ്സ് തമ്മിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് വന്നിട്ടുണ്ട്. സോ അത് ബേസിക്കലി അതിൽ തന്നെയാണ് ടിയാഗോയുടെ ബാഡ്ജിങ്ങും അതുപോലെ റൈറ്റ് സൈഡിൽ എൻആർജിയുടെ ബാഡ്ജിങ്ങും ഒക്കെ വരുന്നത്. സെൻട്രലായിട്ട് ടാറ്റ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തെ റിയർ പാർക്കിംഗ് ക്യാമറയും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ബാക്കി കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും തന്നെ ഇവിടെ വന്നിട്ടില്ല. അതിപ്പം ടെയിൽ ലാംപ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഓവറോൾ വൈപ്പർ സെറ്റപ്പ് ആണെങ്കിലും ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാംപ്സ് ആണെങ്കിലും ഒക്കെ സിമിലർ ആണ്. പിന്നെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ഇതിന് ടോപ്പിൽ കൊടുത്തിരിക്കുന്ന സ്പോയിലേഴ്സ് ആണ്. സോ ഈ വാഹനത്തിന് എനർജി വേരിയൻറ്റിൽ ഇപ്പോൾ ഒരു റൂഫ് സ്പോയിലറും അവൈലബിൾ ആണ്. ഇനി ബമ്പേഴ്സിലേക്ക് വരികയാണെങ്കിൽ എഗെയിൻ ബമ്പർ റീഡിസൈൻ ചെയ്തിട്ടില്ല. ഫ്രണ്ടിലെ പോലെ തന്നെ കുറച്ചധികം കോസ്മെറ്റിക് ചേഞ്ചസ് അല്ലെങ്കിൽ കുറച്ചധികം എലമെന്റ്സ് ഇതിൽ ആഡ് ചെയ്തു എന്ന് മാത്രം. അതായത് ഇപ്പം റിയർ സ്കിഡ് പ്ലേറ്റ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, സിൽവർ ഫിനിഷിലാണ് അത് വരുന്നത്. ആൻഡ് താഴത്താണെങ്കിൽ പോലും ബമ്പറിലും കുറച്ചധികം മാറ്റ് ബ്ലാക്ക് ക്ലാഡിങ്സ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ വാഹനത്തിൽ ത്രൂ ഔട്ട് ഒരു മാറ്റ് ബ്ലാക്ക് ക്ലാഡിങ് ഇങ്ങനെ റൺ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് എഗെയിൻ ഒരു SUV ടൈപ്പ് ലുക്ക് കൊടുക്കാൻ അവർ ശ്രമിച്ചതാണ്. എനിക്കെന്തോ കുറച്ച് ആഫ്റ്റർ മാർക്കറ്റ് തോട്ട് പോലെയാണ് തോന്നിയത്. കാരണം അത് ഒരു അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഒക്കെ കൊണ്ടുപോയി കുറച്ചധികം എലമെന്റ്സ് ആഡ് ചെയ്യുന്നത് പോലെ ഉണ്ട്. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് നിങ്ങൾ തീർച്ചയായും താഴെ കമന്റ്സിൽ പറഞ്ഞോളൂ. ഇനി ഇതിന്റെ ടോപ്പ് റൂഫ് ഏരിയയിലേക്ക് പോകുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഒരു ഗ്ലോസ് ബ്ലാക്ക് അല്ലെങ്കിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു ഫേക്ക് റൂഫ് റെയിൽസും കൊടുത്തിട്ടുണ്ട്. അത് ഫംഗ്ഷണൽ അല്ല, ബട്ട് സ്റ്റിൽ ഡിസൈൻ എലമെന്റ്സിന്റെ പേരിൽ ഓക്കെ ആണ്. ആൻഡ് ഒരു നോർമൽ റബ്ബറൈസ് സ്റ്റാൻഡിനാണ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി റൂഫ് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഗ്ലോസ് ബ്ലാക്ക് തീമിലാണ് വരുന്നത്. അതായത് ഡ്യുവൽ ടോൺ റൂഫാണ് വരുന്നത്. നിങ്ങൾ അതിനുവേണ്ടി അഡീഷണൽ പേ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതല്ലാതെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യത്തിൽ ഈ വാഹനത്തിന്റെ ഡയമെൻഷൻസിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്, അതായത് നിങ്ങൾ ടിയാഗോ എൻആർജിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എടുക്കുകയാണെങ്കിൽ അത് 181 മില്ലിമീറ്റേഴ്സ് ആണ്. അതേസമയം നോർമൽ ടിയാഗോയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് 170 മില്ലിമീറ്റേഴ്സ്. അപ്പോൾ അതൊരു ചേഞ്ച് ആണ്. എനിവേ അടുത്ത ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഇൻറ്റീരിയേഴ്സിൽ ആക്ച്വലി അത്രയധികം ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. എനിവേ ഇതിൻ്റെ ഡോർ പാഡ്സ് നോക്കുകയാണെങ്കിൽ ഓൾ ബ്ലാക്ക് തീമിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓൾ 4 പവർ വിൻഡോസ് അവൈലബിൾ ആണ്. ആൻഡ് ഇതിൻ്റെ ലോക്ക് ഫംഗ്ഷൻ ആക്ച്വലി ഹാൻഡിൽസിൻ്റെ കൂടെ, അതായത് ഇൻസൈഡ് ഡോർ ഹാൻഡിൽസിൻ്റെ കൂടെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. ഇനി ഓവറോൾ ഇൻറ്റീരിയർ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഇതിൽ സ്റ്റിയറിംഗ് ആക്ച്വലി സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നും തന്നെ വന്നിട്ടില്ല. ആ ഒരു ഡീ കട്ട് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ സ്റ്റിയറിംഗ് മോണർ ഓഡിയോ കൺട്രോൾസ് ഉണ്ട്. റൈറ്റ് സൈഡിൽ അങ്ങനെ പ്രത്യേകിച്ച് കൺട്രോൾസ് ഒന്നും തന്നെ ഇല്ല. ക്രൂസ് കൺട്രോൾ ഒന്നും ഈ ഒരു വാഹനത്തിൽ എന്തായാലും വരുന്നില്ല. സ്റ്റിയറിംഗിൻ്റെ ഇൻസൈഡ് പോർഷൻ
ആക്ച്വലി ത്രൂ ഔട്ട് ഒരു ഗ്ലോസ് ബ്ലാക്ക് തീമിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും കുറച്ചൊരു അപ്പ് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു കുറച്ച് പ്രീമിയം ഫീൽ തരുന്നുണ്ട്. ആൻഡ് ഇനി ബാക്കി ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണെങ്കിൽ സെയിം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് ഇതിന് മുമ്പ് ടിയാഗോയിൽ വന്നിരുന്ന ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് ഈ വാഹനത്തിലും വരുന്നത്. ബാക്കി ഇനി ഇതിൻ്റെ സെൻറ്റർ കൺസോൾ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ സെയിം ഹാർമൻ്റെ 7-inch ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിൽ സർപ്രൈസിംഗ്ലി 8 സ്പീക്കേഴ്സ് ആണ് വരുന്നത്. അതായത് 4 സ്പീക്കേഴ്സ് പ്ലസ് 4 ട്വീറ്റേഴ്സിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം ആണ് വരുന്നത്. സോ ദാറ്റ് ഈസ് ആക്ച്വലി ക്വൈറ്റ് സർപ്രൈസിങ്, കാരണം ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇവിടെ ഒരു മെയിൻ ഡ്രോബാക്ക് ആയിട്ട് പറയേണ്ടത് ഈ വാഹനത്തിൽ ഓട്ടോ AC ഇല്ല എന്നതാണ്. മാനുവൽ AC ആണ് ഇതിൽ വരുന്നത്. ആൻഡ് ഈവൻ അതിൻ്റെ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 12 വോൾട്ട് പവർ സോക്കറ്റും അതുപോലെ ഒരു USB ചാർജിംഗ് പോർട്ടും വരുന്നുണ്ട്. ഗിയർ ലിവർ ആണെങ്കിൽ പോലും സെയിം ഡിസൈനിലാണ് വരുന്നത്. ഓവറോൾ ഈ വാഹനത്തിൻ്റെ ക്യാബിൻ ഫിനിഷ് നോക്കുകയാണെങ്കിൽ, അതായത് ഇന്റീരിയർ തീം ഒക്കെ നോക്കുകയാണെങ്കിൽ ഓൾ ബ്ലാക്ക് തീമിൽ തന്നെയാണ് വരുന്നത്. ടാറ്റ പറയുന്നത് ചാർക്കോൾ ബ്ലാക്ക് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത് എന്നാണ്. ഈ വാഹനത്തിന് ആക്ച്വലി ഡ്രൈവർ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫംഗ്ഷനും അവൈലബിൾ ആണ്. ബാക്കി സ്ലൈഡ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ റിക്ലൈൻ ചെയ്യാനും പറ്റും. ഇതിൻ്റെ കീസ് ആണെങ്കിൽ പോലും അൽട്രോസിലും അതുപോലെ നെക്സോണിലും ഒക്കെ വരുന്ന സെയിം കീസാണ്. ആക്ച്വലി ടാറ്റയുടെ ഏതൊരു വാഹനം എടുത്താലും പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉള്ള ഒരു വാഹനമാണെങ്കിൽ അതിൽ ഈ സെയിം കീസ് തന്നെയാണ് വരുന്നത്. ലോക്ക് അൺലോക്ക് അതുപോലെ ഹെഡ് ലാംപ്സ് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള സ്വിച്ചും ആൻഡ് ദെൻ വരുന്നത് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചാണ്. ഈ കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. റിയർ ഡോസ് ആണെങ്കിൽ പോലും ഓൾ ബ്ലാക്ക് തീമിലാണ് ചെയ്തിരിക്കുന്നത്. പുറകിൽ ആ ഒരു 4 ട്വീറ്റേഴ്സിൻ്റെ 2 ട്വീറ്റേഴ്സ് വരുന്ന പുറകിലാണ്. അതിൻ്റെ ഒരു ഓപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി റെഗുലർ ടിയാഗോ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈ വാഹനത്തിന് എന്താണ് ചേഞ്ച് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ പറയും ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ്. അബൌട്ട് 11 മില്ലിമീറ്റേഴ്സിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ടിയാഗോ NRGക്ക് കൂടുതലാണ്. ഇനി മറ്റുള്ള വരുന്നൊരു ഡിഫറൻസ് എന്ന് പറയുന്ന വാഹനത്തിൽ റിയർ റൂഫ് റെയിൽസ് അവൈലബിൾ ആണ്. ഫേക്ക് ആണ്, ബട്ട് സ്റ്റിൽ ഡിസൈർ എലമെൻസിൻ്റെ പേരിൽ അവൈലബിൾ ആണ്. പിന്നെ ഫ്രണ്ടിലും പുറകിലൊക്കെ ആയിട്ട് ഒരുപാട് കോസ്മെറ്റിക് ചേഞ്ചസ് വരുന്നുണ്ട്. പിന്നെ അടുത്ത് വരുന്നൊരു ഡിഫറൻസ് ആയിട്ട് പറയേണ്ടത് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. അതായത് നിങ്ങൾ നോർമൽ ടിയാഗോ എടുക്കുകയാണെങ്കിൽ അതിൽ ആ ഒരു നോർമൽ കീ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് അവൈലബിൾ ആണ്. ആൻഡ് ഈവൻ ഡ്രൈവർ സൈഡ് ഡോറിൽ നിങ്ങൾക്ക് ആ ഒരു റിക്വസ്റ്റ് സെൻസേഴ്സും ലഭിക്കുന്നതായിരിക്കും. സോ അഗെയിൻ അതൊരു കുറച്ച് പ്രീമിയം ഫീച്ചറാണ്. പിന്നെ പോരായ്മയായിട്ട് പറയാനുള്ളത് ഈ വാഹനത്തിൽ അലോയ് വീൽസ് വരുന്നില്ല, നോർമൽ സ്റ്റീൽ റിംസ് ആണ് വരുന്നത്. ഈവൻ ദോ ഡിസൈൻഡ് ആണെങ്കിൽ പോലും അലോയ്സ് വരുന്നില്ല എന്ന് പറയുന്ന ഒരു പോരായ്മ തന്നെയാണ്. പിന്നെ ഇതിൽ ഓട്ടോമാറ്റിക് എയർ കണ്ടീഷനിങ് ഇല്ല, അതും അഗെയിൻ ഒരു പോരായ്മയാണ്. ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഇതിൻ്റെ പോരായ്മയായിട്ട് തോന്നിയത്. പിന്നെ വേണമെങ്കിൽ ടിഗോറിലുള്ള ഒരു പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ഇതിൽ ആഡ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഓഫ് കോഴ്സ് ഈ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ പ്രൈസ് ഇനിയും മുകളിലേക്ക് പോകും. പ്രൈസ് എന്തായാലും ഞാൻ അവസാനം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നതായിരിക്കും. ഇനി ബാക്കി വാഹനത്തിന് എഞ്ചിൻ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഒരു വ്യത്യാസവും അവിടെ വന്നിട്ടില്ല. സെയിം 1.2 ലിറ്റർ എവർട്രൺ എഞ്ചിനാണ്. 86 PS പവറും 113 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കും തന്നെയാണ് ഈ ഒരു എഞ്ചിൻ ജനറേറ്റ് ചെയ്യുന്നത്. 5 സ്പീഡ് മാനുവലും 5 സ്പീഡ് AMT ടൈപ്പ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ഈ ഒരു വാഹനം NRG വേരിയന്റിലും അവൈലബിൾ ആണ്. ഇനി ബാക്കി ഈ വാഹനത്തിന് നമുക്ക് ഓവറോൾ പ്രൈസിലേക്കും അതുപോലെ ഇതിൻ്റെ കളേഴ്സിലേക്കും ഒക്കെ വരാം. ടോട്ടൽ ഈ വാഹനത്തിൽ വരുന്ന 4 കളർ ഓപ്ഷൻസ് ആണ്. ഫോറസ്റ്റ ഗ്രീൻ, സ്നോ വൈറ്റ്, ഫയർ റെഡ് ആൻഡ് ദെൻ ക്ലൗഡി ഗ്രേ. ഈ 4 കളർ ഓപ്ഷൻസ് ആണ് ഡ്യുവൽ ടോൺ ഓപ്ഷൻ്റെ കൂടെ ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസ് പറയാനാണെങ്കിൽ ഈ വാഹനത്തിൽ ആക്ച്വലി ഒറ്റ വേരിയൻ്റ് വരുന്നുള്ളൂ, വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള NRG വേരിയൻസ് ഒന്നുമില്ല, കാരണം ഇതൊരു സ്പെഷ്യൽ എഡിഷൻ ആണ്. ഇനി 1.2 ലിറ്റർ പെട്രോൾ മാനുവലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് ഇസ് അബൌട്ട് 6.58 lakhs എക്സ്ഷോറൂം പ്രൈസ് ആണ്. ഓൺ റോഡ് പ്രൈസ് അല്ല, ഓൺ റോഡ് പ്രൈസ് വ്യത്യാസം ഉണ്ടാകും. അതുപോലെ തന്നെ 1.2 ലിറ്റർ സെയിം പെട്രോൾ ഓട്ടോമാറ്റിക് AMT ട്രാൻസ്മിഷൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 7.1 lakh ആണ്, അല്ലെങ്കിൽ മേ ബി 7.09 lakh ആണ് എക്സ്ഷോറൂം റുപ്പീസ്. എന്തായാലും ഇതിൻ്റെ പ്രൈസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻസിൽ അറിയിക്കുക. ഇത് ഓൺ റോഡ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിന് 1.2 പെട്രോൾ മാനുവലിൻ്റെ ഓൺ റോഡ് വരുമ്പോൾ പ്രൈസ് ഏകദേശം 7.8 to 7.9 lakhs അടുത്ത് വരെ പോകും. സോ അതെന്തായാലും കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അത്ര എക്സ്പെൻസീവ് അല്ല. കാരണം ഇതിൻ്റെ എക്സെറ്റ് പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിനെ വെച്ച് നമ്മൾ ഡയറക്റ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ NRG വേരിയൻറ്റിന് കൂടുതൽ കൊടുക്കുന്നത് വെറും 20,000 രൂപയാണ്. ഈവൻ നിങ്ങൾ ഡ്യുവൽ ടോൺ എടുക്കുകയാണെങ്കിൽ, അതായത് എക്സെറ്റ് പ്ലസ് ഡ്യുവൽ ടോൺ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ വെറും 10,000 രൂപ മാത്രമേ നിങ്ങൾ ഈ വാഹനത്തിന് കൂടുതൽ കൊടുക്കുന്നുള്ളൂ. കാരണം ഇതിൽ ഈവൻ ഇൻബിൽറ്റ് ഡ്യുവൽ ടോണും അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും 10,000 രൂപയുടെ ഒരു വ്യത്യാസം കണക്കിലെടുക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ അഡീഷണൽ കിട്ടുന്നതായിരിക്കും. പക്ഷേ എന്നാൽ കുറച്ച് കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യേണ്ടിയും വരും. ഡിഫറൻസ് ഒക്കെ ഞാൻ എന്തായാലും നേരത്തെ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ എന്തായാലും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ എക്സെറ്റ് പ്ലസ് മോഡലാണ് നോക്കുന്നതെങ്കിൽ ടിയാഗോ NRG കൂടി തീർച്ചയായും പരിഗണിച്ച് നോക്കുക. കാരണം കുറച്ചധികം ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കിട്ടുന്നതായിരിക്കും. ഈ വാഹനത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൊണ്ട് പ്രസ് ചെയ്ത് അതോടെ നോട്ടിഫിക്കേഷൻസ് ആക്കി വെച്ചേക്കുക. അപ്പോൾ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.